ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ പ്രണയം. ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ഓക്കെ. അപ്പോൾ നമ്മുടെ വിഷയം ട്രാൻസ്ജെൻഡർ പ്രണയം. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു ഡൗട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ, എന്തിനാണ് ട്രാൻസ്ജെൻഡർ പ്രണയം ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു പ്രത്യേകം എടുത്തു പറയുന്നത് എന്നുള്ളൊരു സംഗതി. അതായത് പ്രണയം എന്ന് പറഞ്ഞ പോലെ എന്തിനാണ് ട്രാൻസ്ജെൻഡർ പ്രണയം എന്ന് പറയുന്നത്? നോക്കാം എന്താ സംഗതി എന്ന് വഴി നോക്കാം. ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ പ്രണയം സംഭവിക്കണമെന്നില്ല, അല്ലെങ്കിൽ പ്രണയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, മനുഷ്യർക്ക് മൊത്തം, അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ അറിഞ്ഞിട്ടുള്ളതിലും കേട്ടിട്ടുള്ളതായ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് കേട്ടോ. അത് ഞാൻ പറയുന്നതിനോട് തികച്ചും എതിരഭിപ്രായമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ദയവീത് ചീത്ത വിളിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കൂടുതലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ കാര്യം, മെയിൽ ടു ഫീമെയിൽ ആയിട്ടുള്ള സർജറിയൊക്കെ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ മരുന്നൊക്കെ കഴിക്കുന്ന, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ പ്രണയത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്, നോക്കണത്. അതായത് ഇപ്പോൾ സാധാരണ ഉള്ള ഒരു സമൂഹത്തിൽ, ഇന്നത്തെ ഒരു പൊതുസമൂഹത്തിൽ ആളുകൾക്ക് ട്രാൻസ്ജെൻഡേഴ്സിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ ഒരു അവജ്ഞയോടുകൂടിയോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സെക്കൻഡറി ആയിട്ടുള്ള വ്യക്തികൾ എന്ന രീതിയിലോ ആണ് കാണുന്നത് എന്ന് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. ഇടയ്ക്കല്ല, പലപ്പോഴും തോന്നാറുണ്ട്. അതായത് വളരെ അവജ്ഞയോടുകൂടി അതെന്താണ്, ഇവരെന്താണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വൾഗറായ രീതിയിൽ ഉള്ള വാക്കുകൾ ഉപയോഗിച്ചു കൊണ്ടും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ അവഹേളിക്കുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഇതേ ആളുകൾ തന്നെ രാത്രി സമയത്ത് പലപ്പോഴും എന്താ ചെയ്യുക, ഇവരുടെ അടുക്കിലേക്ക് ചെല്ലും സെക്സിനൊക്കെ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ഈ ഒരു ഐറണി, ഈ ഒരു സംഗതി സമൂഹത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഒരു ആണിൽ നിന്നും പെണ്ണായി മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പെണ്ണായി മാറുക എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി കാര്യമായി ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. നമ്മൾ ആണിൽ നിന്നും പെണ്ണായി മാറുന്ന സമയത്ത് അവർ ചികിത്സകളൊക്കെ ഉണ്ടായിരിക്കും, അല്ലേ? സർജറി ഉണ്ടായിരിക്കും, ടോപ്പ് സർജറി, ബോട്ടം സർജറി, അതുപോലെ കുറേ മരുന്നുകളുണ്ടായിരിക്കും, ഗുളികകളും, അങ്ങനെ കുറേയൊക്കെ സംഗതികളൊക്കെ കഴിക്കാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ വാങ്ങണമെങ്കിൽ തന്നെ ഒരുപാട് കാശും വേണ്ടി വരും. അതേപോലെ റെസ്റ്റ്, നന്നായിട്ട് വിശ്രമിക്കണം. അതേപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള കുറേ ക്ഷീണം, പ്രശ്നങ്ങൾ, വേദന, അതൊക്കെ ഒരുപാട് അനുഭവിക്കണം. ഒരുപാട് കഷ്ടപ്പാടുകളോട്, ഒരുപാട് ദുരിതമനുഭവിച്ച്, ഒരുപാട് വേദന സഹിച്ചിട്ടാണ് അവരൊരു സ്ത്രീയായി മാറുന്നത് എന്ന് പലരുടെ ഇൻ്റർവ്യൂകളിൽ നിന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, അല്ലേ? ഇപ്പം ഇവിടെ ഈ ഹോർമോൺ ഇവർ എടുക്കുന്ന സമയത്ത് ഹോർമോൺ വ്യത്യാസം വരുമല്ലോ. ഇപ്പോൾ ഒരു ആണിൻ്റെ ഹോർമോൺ എന്ന് പറയുന്നത് ഒരു പെണ്ണിൻ്റെ ഹോർമോൺ എന്ന് പറയുന്നതൊക്കെ ഇതിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ ഇവർ ഹോർമോൺ എടുക്കുന്ന സമയത്ത് ഇവർക്ക് കാര്യമായി ഇമോഷണലായിട്ടുള്ള വിഷയങ്ങളുണ്ടായിരിക്കും. കാര്യമായ വിഷയങ്ങളുണ്ടായിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് പേര്. അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്താ വെച്ചാൽ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ദേഷ്യം വരും, അതേപോലെ ഒറ്റപ്പെട്ട് പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ആളുകളുടെ പൊതുവെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച്, ഒരു അവജ്ഞ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഇൻഡിവിജ്വൽസാണ് ഇവർ, രണ്ടാം കിട പൗരകളാണെന്ന ലെവലിലൊക്കെ ആളുകൾ ഇടപെടുമ്പോൾ ഇത് ഇവരെ വല്ലാണ്ട് ചൊടിപ്പിക്കും, ഭയങ്കര വിഷയങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഒരാളോട് ഇവർക്ക് പ്രണയം തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ തികച്ചും വൈകാരികമായ രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അത്രയും സോഫ്റ്റ് ഇമോഷൻസ് ഇങ്ങനെ വർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ഇവർ ഇങ്ങനെയുള്ള ആളുകളെ, ഇവരെ സ്നേഹിക്കുന്ന ആളുകളെ കൂടെ ചേർക്കും പൊതുവേ. പക്ഷേ ഇതിൻ്റെ വലിയൊരു അപകടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇങ്ങനെ വരുന്ന ആളുകൾ പലപ്പോഴും ഈ കാശ് കണ്ടിട്ടോ, അല്ലെങ്കിൽ ഈ സെക്സിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പ്രസിദ്ധി കിട്ടാൻ വേണ്ടിയിട്ടോ ഒക്കെ വരുന്ന ടീംസ് ആയിരിക്കും പലപ്പോഴും. ഇതൊന്നും പലപ്പോഴും ഇവരെ അറിയില്ല. അവസാനം അത് വലിയ വയലൻസിലേക്കും, ഇവരെ തല്ലുകയും ഉപദ്രവിക്കുകയും ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുകയും, അതേപോലെ തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആവുന്ന സമയത്താണ് ഇവർക്ക് പലപ്പോഴും അയ്യോ ഇതൊരു അബദ്ധമായിരുന്നു എന്നൊക്കെ പലപ്പോഴും മനസ്സിലാവുക. അവസാനം എന്ന് വെച്ചാൽ, ഇവരങ്ങനെ പ്രണയത്തിൽ അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ അറിയാലോ, ഇവരെങ്ങനെ ഒറ്റപ്പെടുത്തലും
കുറ്റപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ ഇവർക്കൊരു പാർട്ട്ണർ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ, ഞാൻ ഇവർ എന്ന് പറയണത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഞാൻ അവരെ അവജ്ഞയോടെ കാണുന്നവോ അങ്ങനെയൊന്നും അല്ല, അങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ടോപ്പിക് ഇതായതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. ഈ ഒരു വിഷയം, ഈ ആളുകൾ അങ്ങനെ പറയണതാണ്. ഓക്കെ, ദയവ് നെഗറ്റീവായിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, അങ്ങനെ ട്രാൻസ് മനുഷ്യർ, പ്രത്യേകിച്ച് ട്രാൻസ് വിമൺ മനുഷ്യർ അവരുടെ പാർട്ട്ണറോട് വളരെയധികം ആത്മാർത്ഥതയുള്ള, എന്താ പറയുക, അവരെ പൊന്നും കെട്ട പോലെ നോക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അവരുടെ കൂടെ ഒരാൾ നിൽക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിരിക്കും. ഒരു കാര്യം ചെയ്യുക, പലപ്പോഴും നമുക്ക് ജീവിക്കാൻ ഒരാളുടെ സപ്പോർട്ടിൻ്റെ ആവശ്യം എന്തായാലും വേണമെന്നൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഒരാൾ നമ്മളെ അറിഞ്ഞുകൊണ്ട് നമ്മളെ കൂടെ കൂടുക എന്ന് പറയുന്നതെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഇവർ കയ്യിലുള്ളതെല്ലാം കൊടുത്ത്, ശരീരം, മനസ്സ്, വൈകാരികമായൊരിത്, സമ്പത്ത്, ഇതൊക്കെ കൊടുത്തിട്ട് അയാളുടെ കൂടെ നിൽക്കുന്നുണ്ടായിരിക്കും പലരും. അപ്പോൾ ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കിട്ടുന്ന ആളുകളുണ്ടല്ലോ, ഈ സ്നേഹവും കാശും ശരീരം, സെക്സും ഇതൊക്കെ കിട്ടുന്ന ആളുകളുടെ സംബന്ധിച്ചോളം എന്താ വെച്ചാൽ, ഇവർ വളരെ ഹാപ്പിയായിട്ട്, വളരെ സന്തോഷത്തിൽ, അല്ലെങ്കിൽ ഇവർ വേറെന്തോ ദുരുദ്ദേശം വെച്ചിട്ട് വീണ്ടും പലപ്പോഴും ആക്ട് ചെയ്തിട്ടാണ് ഇവരെ കൂടെ നിൽക്കേണ്ടായിരിക്കുക, ഒരുപാട് അഭിനയിച്ചിട്ട്. പക്ഷേ ഇവർ പലപ്പോഴും ഇത് അറിയില്ല. അങ്ങനെ പാർട്ട്ണറോട് ഈ നമുക്കറിയില്ല, ഈ ഹോർമോൺ ലെവലിൽ വലിയ വ്യത്യാസം വരുമ്പോൾ ഇത് ഈ സംഗതിയൊക്കെ പെട്ടെന്ന് ഇവർക്ക് വല്ലാണ്ട് ബാധിക്കും. ഡെയിലി ലൈഫിൽ ചെയ്യുന്ന പല കാര്യങ്ങൾ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനിടയിൽ ഈ റിലേഷൻഷിപ്പുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇവർക്ക് തീരെ താങ്ങാൻ സാധിക്കില്ല. അതായത് എന്ന് വെച്ചാൽ, ആ പാർട്ട്ണർ ഇവരെ ഉപദ്രവിക്കുകയോ, അല്ലെങ്കിൽ ആ പാർട്ട്ണറിന് വേറൊരു ആളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവുകയോ, അല്ലെങ്കിൽ ഇവരെ പറ്റിച്ചിട്ട് കടന്നു കളയുകയോ, അല്ലെങ്കിൽ ഇവരെ തെറി വിളിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സംഭവിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് താങ്ങാൻ സാധിക്കില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, പൊതുവേ പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. അപ്പോൾ ഇവർ പുറത്തിറങ്ങുന്ന സമയത്ത് ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നെഗറ്റീവായിട്ട് വളരെ വൾഗറായ രീതിയിൽ കമൻറ്റുകൾ ശ്രദ്ധിച്ച് എനിക്ക് മനസ്സിലാവും. പേഴ്സണൽ മെസ്സേജുകൾ അങ്ങനെ പലതും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് താങ്ങാൻ സാധിക്കില്ല. എല്ലാ മനുഷ്യർക്കും ഈ അവരുടെ വൈകാരികമായ ഫീലിങ്സിൻ്റെയൊക്കെ ഒരു തലത്തെ ആളുകൾ പരിഗണിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അല്ല, എന്തിനും ഞാൻ വാക്കുപയോഗിച്ചു, ഇങ്ങനെ അതിനോട് വളരെ ക്രൂരമായ രീതിയിൽ ഇടപെടുമ്പോൾ വല്ലാത്ത പെയിനാവും അനുഭവിക്കേണ്ടാവും പോലെ. അപ്പോൾ ഇത് ഇങ്ങനെ ശാരീരികമായി ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ആലോചിച്ച് നോക്കി, ഇത് വല്ലാത്തൊരു രീതിയിലുള്ള ഇറിറ്റേഷനും ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർ പ്രതികരിക്കുന്ന രീതി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ, അല്ലെങ്കിൽ പൊതുവെ ആളുകൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള രീതിയിലാവണമെന്നില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പല കമൻറ്റുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരില്ല, നിങ്ങളെന്താ സാധാരണ ആളുകളെ പോലെ പ്രതികരിക്കാത്തത്, നിങ്ങൾക്ക് വിഷമമുണ്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാത്രമാണ് വിഷമമുള്ളത്, ബാക്കിയുള്ളവർക്കൊക്കെ വിഷമമല്ലേ, വിഷമം വരുന്ന സമയത്ത് നിങ്ങളെന്താ വയലൻസ് കാണിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ സുഹൃത്തെ, ഇപ്പോൾ ഒരാൾ, ഞാനിപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് വിചാരിക്കുക, നല്ല വിഷമമുള്ള സമയത്ത് എനിക്കിങ്ങനെ ഓരോരുത്തിരുന്ന് കരയാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ വിചാരിക്കുക, അല്ലെങ്കിൽ എനിക്കിത് കാര്യമായി ഇമോഷണലായിട്ടുള്ള സാമ്പത്തികമായൊക്കെ പ്രശ്നങ്ങളുണ്ട് വിചാരിക്കുക, ആ സമയത്ത് കുറേ സ്ട്രെസ് ഉണ്ട് വിചാരിക്കുക, എനിക്ക് ഈ സങ്കടം ഒന്ന് പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇരിക്കുമ്പോൾ ആളുകൾ മൊത്തം എന്നെ ടോർച്ചർ ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ എന്നെ ടോർച്ചർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ കരയില്ല, ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിച്ച രീതിയിലാവും കരയുന്നുണ്ടായിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ കൺട്രോൾ വിടും ഈ സാധനം. അപ്പോൾ അതല്ലാണ്ട് നമ്മൾ സിനിമകളിലൊക്കെ കാണുമ്പോൾ ചിലവരൊക്കെ കരയുമ്പോൾ മറ്റുള്ളവർക്ക് കൂടെ സങ്കടം വരുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് ഇവരോട് ഒരു എമ്പതി തോന്നുന്ന രീതിയിൽ, സിമ്പതി തോന്നുന്ന രീതിയിൽ ഇങ്ങനെ ഈസ്തറ്റിക്കായിട്ട് കരയാൻ പറ്റണമെന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് വളരെ ക്രൂരമായിരിക്കും, ഞാൻ വാക്കിൽ കടിച്ച് തോന്നരുത്. നമ്മൾ ഇല്ലേ ചില സിനിമകളിലൊക്കെ ആളുകൾ കരയണ ഇങ്ങനെ പോർട്രേ ചെയ്യുക, നമ്മൾ കൂടെ ഇരുന്ന് കരയും, അയ്യോ പാവുന്നു, അതുപോലെ ആവണം എന്നില്ല. ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആളുകൾ മൊത്തം നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കരയുന്ന, നമ്മുടെ സങ്കടം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ പറഞ്ഞില്ലേ ഈ ഹോർമോൺ ആ ഒരു സംഗതി, അതേപോലെ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ അവർ ജീവിക്കുമ്പോഴുള്ള പൊതുവെയുള്ള അവരൊരു പ്രതിഷേധം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വേദന, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ പിന്നെന്താ നമ്മൾ പറഞ്ഞ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, സർജറി, നമ്മളാദ്യം പറഞ്ഞ ഹോർമോണ്, പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള നെഗറ്റീവ് കമൻറ്റ്, ആളുകളുടെ അവജ്ഞയോടുകൂടെ നോക്കിക്കാണുന്ന ഒരു സംഗതിയൊക്കെ, അതേപോലെ തുല്യതയില്ലായ്മ എല്ലാം. അപ്പോൾ ഇവരുടെ പ്രണയം എന്ന് പറയുന്നത് ഇവരെ കാര്യമായി കശക്കി എറിയുന്ന, കാര്യമായി പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സ്വാധീനിക്കാൻ പവറുള്ള ഒരു സംഗതിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം, എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ,
അതായത് സാധാരണ ആളുകൾ ഒരു പ്രണയബന്ധത്തിൽ നമ്മൾ പലപ്പോഴും ന്യൂട്രലായിട്ടൊക്കെ ചില സമയത്ത് ന്യൂട്രലായിട്ട് എന്നല്ല, നമുക്ക് വൈകാരികമായിട്ട് ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടമാണ്, നമുക്ക് അയാളെ ഇഷ്ടമാണ്, വളരെ കമ്പനിയാണ്, അങ്ങനെ ചങ്കും കരലാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ ബ്രേക്കപ്പ് വരുന്ന സമയത്തും വല്ലാണ്ടും വളരെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കിളി പാറട്ടെ, എൻ്റെയൊക്കെ കിളി പാറിയിട്ടുണ്ട് പല ബന്ധങ്ങളിലും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് അതിനെ അതിജീവിച്ച് മുന്നേറുക എന്നൊരവസ്ഥയിലായിരിക്കും. പക്ഷേ പലപ്പോഴും ഈ ട്രാൻസ് വിമൺ അവരുടെ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് പലപ്പോഴും ഇവർക്ക് താങ്ങാൻ കഴിയില്ല, പലരും ആത്മഹത്യ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്നല്ല കേട്ടോ, ആത്മഹത്യ ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവർ ഈ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? ഒരു റിലേഷൻഷിപ്പ് പോയതുകൊണ്ട് ഒരാൾ ആത്മഹത്യയാണ്, ഇവർ ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ട് ഒരു വ്യക്തി ചതിച്ചു എന്നുള്ളത് കൊണ്ട് ഇവരെന്താ ആത്മഹത്യ ചെയ്യണത്? ഞാൻ മുമ്പേക്ക് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് ആലോചിച്ചപ്പോൾ മനസ്സിലായത്, അല്ലെങ്കിൽ ആളുടെ സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇവർ ഇത്രയും പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന് ലൈഫിൽ ഇങ്ങനെ ഒക്കെ സെറ്റായിട്ട് അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ട് വരുന്ന സമയത്തായിരിക്കും എത്രയും വേദനകൾ അനുഭവിച്ചിട്ടും കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തൽ, സമൂഹത്തിൻ്റെ വയലൻസ് ഇതൊക്കെ നേരിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരാൾ ഇവരുടെ ജീവിതത്തേക്ക് വരുന്നുണ്ടായിരിക്കുക, ട്രാൻസ് വിമൻ്റെ. പക്ഷേ വിഷയം എന്താ വെച്ചാൽ അവരെ മുഴുവനായിട്ട് വിശ്വസിച്ച് എല്ലാം കൊടുത്ത് കൂടെ നിർത്തി ജീവിതത്തിൽ എല്ലാ കാലത്തും അയാൾ കൂടെ ഉണ്ടാവും എന്നൊക്കെ ഒരു പക്ഷേ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ കുറച്ച് മുമ്പ് പറഞ്ഞ ഈ കാരണങ്ങളുടെ സ്വാധീനത്തിൽ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം അയാൾ പറ്റിച്ചു പോയി എന്നുള്ളൊരവസ്ഥ വരുന്ന സമയത്ത് എനിക്ക് താങ്ങാൻ കഴിയില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അവർ വൈകാരികമായിട്ട് അത്രത്തോളം അവർ വിശ്വസിച്ചിട്ടും ഒക്കെ ഉണ്ടായിരിക്കും. അത് അങ്ങനെയായിരിക്കും അവർ പലരും ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ടായിരിക്കാം. എനിക്കൊരു കോള് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സംഗതി, ഇപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ